അള്ളാഹുവിന്റെ ദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിക്കൽ കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാകും. ഏറ്റവും സങ്കീർണമായ കാലഘട്ടത്തിൽ ലോകത്താരാ ഏറ്റവും സമാധാനത്തിൽ ജീവിച്ചത്? ലോകത്തേറ്റവും സമാധാനത്തോടെ ജീവിച്ചതാരാണ്? മുഹമ്മദുർ റസൂൽ. നിങ്ങൾക്ക് എത്ര തെളിവാണ് ഞാൻ പറയേണ്ടത്? നമ്മളാണ് ജനിക്കണേന് മുന്നേ ഉപ്പയില്ല, ജനിച്ച 6 വയസ്സുള്ളപ്പോൾ ഉമ്മയില്ല, ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ അല്ലാത്ത ഒരാളോടൊപ്പം താമസം, പിന്നെ മൂത്താപ്പാന്റെ കൂടെ പട്ടിണിയുള്ള കാലം, ആട്ടിനമേക്കാൻ പോയി. എപ്പോഴാണ് മുത്ത് നബിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ടായത്? നിങ്ങളിൽ ആർക്ക് പറഞ്ഞു തരാൻ പറ്റും? എപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ടായത്? ബട്ട് എന്താ പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രയോഗം എന്താ? നഫ്സി ഫിൽ ഹഖ്. മനസ്സിലാക്കണം. ജസദി ഫിൽ ഖവിയ്യ്. ജസദി ഫിൽ ഖവിയ്യ്. എന്റെ ശരീരം ശക്തമാണ്, നമ്മളെപ്പോലെ ബലഹീനരല്ല. ജസദി ഫിൽ ഖവിയ്യ്. എന്ത് മനോഹരമായ പ്രയോഗം! ഒരു 10 ദിവസം അത് മാത്രം അത് പറയാനുണ്ടാകും. ജസദി ഫിൽ ഖവിയ്യ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അൽ ഖവിയ്യ് എന്നത് പറയേണ്ടി വരും, ശമാഇൽ പറയേണ്ടി വരും. ജസദി ഫിൽ ഖവിയ്യ്. സുബ്ഹാനല്ലാഹ്. ഫർഹതു ഹയാത്തി. എന്റെ ജീവിതം ആഹ്ലാദകരമാണ്. പറയാൻ പറ്റുമോ നമുക്ക്? എന്റെ ജീവിതം ആഹ്ലാദകരമാണ്. അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? ഫർഹതു ഹയാത്തി, എന്റെ ജീവിതം ആഹ്ലാദകരമാണ്. എപ്പോഴാ പ്രശ്നങ്ങൾ ഒഴിഞ്ഞത്? നിങ്ങൾ പറയും. ജനിക്കണേന് മുമ്പ് ഉപ്പില്ല, ജനിച്ചപ്പോ ഉമ്മാന്റെ കൂടെ അല്ല താമസം, കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മ വഴി എവിടെ വഫാത്തായത്? ഒരു യാത്രാ മധ്യേ ഉമ്മ പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ, ഒരു യാത്രാ മധ്യേ ഉമ്മ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? മദീനയിൽ നിന്ന് പിതാവിന്റെ ഖബർ സിയാറത്ത് കഴിഞ്ഞ് പിതാവിന്റെ കുടുംബക്കാരെ കണ്ട് മടങ്ങുന്ന വേളയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മാക്ക് രോഗം മൂർജിച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ? അവിടെ വെച്ച് ഉമ്മ വഫാത്തായത് വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. കുറെ നേരം ഉമ്മ വഫാത്തായി, കുറെ നേരം ആരെ കാണാനില്ല? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഈ 6 വയസ്സുകാരനെ കാണാനില്ല. ആളുകൾ പരതി നോക്കി. കുറച്ചകലെ ഒരു പാറക്കെട്ടിന് മുകളിൽ ഇരിക്കുകയാണ് ദൂതർ മുഹമ്മദ് റസൂൽ. അപ്പൊ ചോദിച്ചു, മോനെ, നിനക്ക് മനസ്സ് നൊന്തുപോയോ? നീ മനസ്സുകൊണ്ട് പ്രയാസത്തിലാണോ? നീ ദുഃഖത്തിലാണോ? ഈ വേളയിലാണ് 6 വയസ്സുള്ള ഒരു മോൻ പറയുന്ന വാക്കാണ് നഫ്സി ഫിൽ ഹഖ് ജസദി ഫിൽ ഖവിയ്യ് ഫർഹതു ഹയാത്തി. അതിന്റെ പൊരുളന്വേഷിച്ച് ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ദിവസം സദസ്സിലിരിക്കണം അതിന്റെ പൊരുളറിയണമെങ്കിൽ. ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ഞാനിവിടെ പറയാൻ ശ്രമിച്ച ഒറ്റ കാര്യമുള്ളൂ. നിരന്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോഴും ആഹ്ലാദകരമായിരുന്നു ആ മനസ്സ്, സന്തോഷത്തിലായിരുന്നു ആ മനസ്സ്. അപ്പൊ മനസ്സിന്റെ സന്തോഷത്തിന് നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ബിദിക്രി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റിനെ, അവിടുത്തെ പേരിനെ ഓർമ്മിക്കുക, അവിടുത്തെ ഗുണങ്ങളെ ഓർമ്മിക്കുക. അതുകൊണ്ടല്ലേ മങ്കൂസ് മൗലീദ് പാരായണം ചെയ്താൽ രോഗം ശിഫയാകുമെന്ന് നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവർ. അപ്പൊ മനസ്സ് സ്വസ്ഥമാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സ് സ്വസ്ഥമാവാനുള്ള വഴികളിൽ ഒരു പ്രധാനപ്പെട്ട വഴി എല്ലാവർക്കും വിട്ടുവീഴ്ച കൊടുക്കുക. ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലണിഞ്ഞവർക്ക് മാപ്പ് കൊടുത്ത ദൂതർ മുഹമ്മദ് റസൂൽ അല്ലേ? മക്കം ഫത്ഹിന്റെ അന്ന് ആരൊക്കെ മുട്ടുവറച്ച് നിന്നു? മക്കം ഫത്ഹിന്റെ വേളയിൽ ആരൊക്കെയാ മുട്ടുവറച്ച് കഅബാലയത്തിന്റെ ചുറ്റിലുമായി നിന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. മാപ്പ് കൊടുത്ത ദിവസമല്ലേ അത്? നമ്മൾ ചാൻസ് കാത്തു നിൽക്കുമല്ലേ പകരം വീട്ടാൻ? ആണോ അല്ലേ? നമ്മൾ ചാൻസ് കാത്ത് നിൽക്കുകയാണ്. അവസരം എനിക്ക് വരും, അപ്പോ ഞാൻ പകരം വീട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് വേദന ഇല്ലാണ്ടാവുക?
വേദനകൾ കൊണ്ട് സ്ഥിരമായി വേദനിക്കുന്ന മനുഷ്യരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ചെറുതാക്കുന്നല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ, നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് വേറൊരു മനുഷ്യന്റെ ഹൃദയവും വേദനിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയ്. സ്ഥിരമായി വേദനക്ക് മരുന്ന് കുടിക്കുന്ന സർവരോടുമാണ് ഈ ചോദ്യം. സ്ഥിരമായി വേദനക്ക്, ഒന്ന് ശ്രദ്ധിക്കും, ഞാൻ പ്രസംഗം നിർത്തുവാണ്. സ്ഥിരമായി വേദനക്ക് വേണ്ടി മരുന്ന് കുടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണേ. സ്ഥിരമായി വേദനക്ക് വേണ്ടി മരുന്ന് കുടിക്കുന്നവരോട് എന്റെ ചോദ്യം, നിങ്ങളുടെ നാവ് കാരണം, നിങ്ങളുടെ കൈ കാരണം, നിങ്ങളുടെ ഇടപെടൽ കാരണം ഈ ഭൂമിയിൽ ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ ഒരു വേദന, മാനസിക വേദന ഇല്ലേ? ഇല്ലേ? മാനസിക വേദന ഇല്ലേ? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വല്ലാണ്ട് തല്ലുന്ന ഉമ്മമാർക്ക് സൂക്കേട് വന്നാൽ മാറുമോ? ഇല്ലേ? ചാൻസ് കുറവാ മാറാൻ. വേദനിക്കുന്ന രോഗികളെ കാണുന്ന ആളാണ് ഞാൻ. മുട്ടുവേദന, നടുവേദന, കഴുത്ത് വേദന, മനസ്സിലാക്കണം, തലവേദന. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ കാരണം മറ്റൊരാൾ വേദനിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങളെ വേദന മാറുമോ? ഇല്ലേ? ഗൗരവമാണ്, വെരി സീരിയസ് മാറ്റർ, വളരെ സീരിയസ് ആണ്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ കാരണം ആരെങ്കിലും വേദനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വേദന വിട്ടുപോവാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, രോഗികളെ ചികിത്സിക്കുന്ന ആളാണ്. 15 വർഷമായി എൻ്റെ ജോലി മദ്രസാധ്യാപനം അല്ലെ പള്ളി, അങ്ങനെയൊന്നുമല്ല, രോഗികളെ ചികിത്സിക്കുക. അത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം. അത് ഭർത്താവ് ഭാര്യയോടാണെങ്കിലും, ഭാര്യ ഭർത്താവിനോടാണെങ്കിലും, ഉമ്മ മക്കളോടാണെങ്കിലും, മക്കൾ ഉമ്മയോടാണെങ്കിലും, സഹോദരൻ സഹോദരനോടാണെങ്കിലും, സഹോദരി സഹോദരനോട്, ആരാണെങ്കിലും വിഷയമല്ല. ആരെയും വേദനിപ്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ, ആരെയും വേദനിപ്പിക്കാൻ, മറ്റൊരാളുടെ ഹക്ക് തടഞ്ഞു വെക്കാൻ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മറ്റൊരാളുടെ ഹക്ക് തടഞ്ഞു വെക്കാൻ, അവകാശം തടഞ്ഞു വെക്കാൻ നമുക്കാർക്കും അധികാരമില്ല. പ്രിയപ്പെട്ടവരെ, ഏത് രൂപത്തിലുള്ള പ്രയാസമാണ് നമ്മെ തേടി വരിക എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നമ്മുടെ ചിന്തയെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ വാക്കുകളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ടല്ലേ വല്ലാത്തൊരു ദുആ പഠിപ്പിച്ചു തന്നത്, വല്ലാത്തൊരു ദുആ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഓർമ്മിച്ചു പോവാണ്. അല്ലാഹുവേ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ അല്ലാഹുമ്മ ഹസ്സിൻ, ഇതറിയില്ലേ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവത്തെ നീ മനോഹരമാക്കി തരണേ. കമാ ഹസ്സൻത ഖിൽഖി, കമാ ഹസ്സൻത ഖിൽഖി, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് അല്ലാഹുവിന്റെ പടപ്പുകളിൽ, പരകോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് മനുഷ്യനാണ്. ഏറ്റവും സൗന്ദര്യമുള്ളത് മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ. പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പ് ആൺമക്കളും പെൺമക്കളും ഏറ്റവും ഗൗരവത്തിൽ ദുആ ചെയ്യേണ്ടത് ഈ ദുആ ആണ്. 2 സ്വഭാവങ്ങളാണ് ഒന്നാകാൻ പോകുന്നത്. സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും തെറ്റാറുള്ളത്. സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാര് പലപ്പോഴും തെറ്റാറുള്ളത്. കല്യാണം കഴിച്ചത് അവളെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഇപ്പൊ തെറ്റിയത് അവളെ സ്വഭാവം കണ്ടിട്ടാണ്. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് കല്യാണം കഴിച്ചത് സൗന്ദര്യം കണ്ടിട്ട്, ഇപ്പൊ തെറ്റിയത് സ്വഭാവം കണ്ടിട്ട്. ആണോ? അല്ലേ? കഴിച്ച 6 മാസം കഴിഞ്ഞപ്പോ സൗന്ദര്യം മങ്ങിപ്പോയത് കൊണ്ടല്ല. പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾ സൗന്ദര്യം നന്നാക്കാൻ മാത്രം എത്ര അധ്വാനിക്കുന്നവരാണ് പാവങ്ങൾ. യാ അല്ലാഹ്, കഷ്ടപ്പാട്. അല്ലാഹുവേ അവർക്ക് എളുപ്പം കൊടുക്കണേ അല്ലാഹ്. ഓരോ കാര്യത്തിൽ ദ്വേർക്കണ്ടേ ഈ സൗന്ദര്യം നന്നാക്കാൻ വേണ്ടി. ആ മറ്റേ പുരിയല്ലിങ്ങനെ ചെത്തിയിട്ട് വരമ്പ് പോലെ ആക്കാൻ വേണ്ടി എത്ര മെനക്കേടാന്ന്.
നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഇതൊന്നും നോക്കലില്ല, പെണ്ണുങ്ങളെയൊന്നും നോക്കാണ്ട് ഈ ആണുങ്ങന്മാർ പോട്ട്. ഇതെല്ലാം ഇല്ലേ, ഞാൻ ഈ പെണ്ണുങ്ങളെല്ലാം നോക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഇറക്കി നോക്കാണ്ട് ചികിത്സിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കണ്ട ഇയാൾക്ക് ഇതാ പരിപാടി. ഇത് കണ്ട് എന്തെന്നതിന് പറയാം, പുരികം. ഇതെല്ലാം നന്നാക്കാൻ എത്ര മെനക്കേടാണ്, അതിൻ്റെ വേദന. ഞാൻ ചിന്തിക്കല് ഇത് പറിക്കുമ്പോൾ വേദന എടുക്കൂലേന്നാണ്. അങ്ങനെ പറിച്ചിട്ട് ആ മുടിയെല്ലാം എന്തെല്ലാം ഇപ്പൊ തലീക്കെട്ട് കെട്ടിയിട്ടാ തട്ടം. മുമ്പെല്ലാം കുത്തുബോധം ഉസ്താദാണ് തലീക്കെട്ട് കെട്ടിയിട്ട് തട്ടവിടയിൽ. ഇപ്പൊ തലക്കെന്താ വണ്ണം, എല്ലെങ്കിൽ തന്നെ ചൂട് കൂടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഈ തലീക്കെട്ടും കെട്ടിയിട്ട് തട്ടുവിട്ട ഇവളെല്ലാം അവസ്ഥ എന്താ? നിങ്ങൾ ഈ ആണുങ്ങന്മാർക്കൊന്നും തിരിയുന്നില്ല കേട്ടോ, ഒരു ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ല. വലിയൊരു തലീക്കെട്ട് എന്നിട്ട് അതിന് തട്ടം, ഇത്ര ചെറിയൊരു മാങ്ങന്റെ അത്രയും മുഖം ഉണ്ടാവും. ഈ വലിയ തലീക്കെട്ട് എന്തെന്നാ ഇവളെ കഥ? ഇവക്ക് കണ്ണാടി നോക്കിക്കൂടെ? ഒന്ന് എല്ലാ കുട്ടിയും നിനക്കൊന്ന് കണ്ണാടി നോക്കിക്കൂടെ? എല്ലാം മൊബൈൽ ഫോണിൽ സെൽഫി എടുത്തിട്ട് നീ ഒന്ന് നോക്കിയിട്ട് എന്തെന്നായത്? ചെറിയ ഇത്രയുള്ള മുഖം, വലിയ തലീക്കെട്ടും. എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർ ഇത് കെട്ടാത്തോണ്ടായിരിക്കും നിങ്ങൾ പലരും എന്നെ തുറച്ച് നോക്കി, എന്തെന്നാ ഇയാൾ പറയുന്നത്, എല്ലാവരും മക്കരിട്ടിട്ട് അതെല്ലാം നടക്കല് അങ്ങനത്തെ എല്ലാം. അപ്പം എനിക്ക് സങ്കടമുണ്ട്. ഒരു സൗന്ദര്യം നന്നാക്കാനല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നു, ആകെ നമ്മളെ റാഹത്താക്കാനല്ലേ ഇത്. എന്നിട്ടോ തൊട്ടേനും എടുത്തേനും വെച്ചേനും ചീത്ത നിൽക്കെന്താ പണിയെന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പണി ഞാൻ എത്ര മണിക്കൂർ വേണം? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം നമ്മളെന്താ പറഞ്ഞത്? രോഗം, വിട്ടുവീഴ്ച, മാപ്പ് കൊടുക്കുക, എല്ലാവരോടും സ്നേഹം കാണിക്കുക, അലിവ് കാണിക്കുക, കൃപ കാണിക്കുക. കുറച്ച് കാലേ ജീവിക്കുള്ളൂ. അള്ളാഹ് കുറച്ച് കാലേ ജീവിക്കും, കുറച്ച് കാലേ ഉള്ളൂ. ഒറ്റ തവണ ഇവിടെ ജീവിതമുള്ളൂ. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഇഷ്ടം, എല്ലാവരോടും പിരിശം, എല്ലാവരോടും. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, പിന്നീട് മക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. എല്ലാവരും എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുക. അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിന് സ്വസ്ഥത, മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഏത് രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, നിശ്ചയം.